ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ ലീഗ് കേരളയിലെ 3ാം റൗണ്ട് പോരാട്ടങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ തൃശ്ശൂർ മാജിക് കൊമ്പൻസിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. പിന്നീട് മലബാർ ഡെർബി ആയിരുന്നു. മലപ്പുറവും കാലിക്കറ്റും 3 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്നലെ നടന്ന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി പരാജയപ്പെട്ടിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കണ്ണൂർ വാരിയേഴ്സ് ഇപ്പോൾ ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പോയിന്റ് പട്ടികയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1ാം സ്ഥാനത്ത് കണ്ണൂരാണ്, 7 പോയിന്റ് അവർക്കുണ്ട്. 2ാം സ്ഥാനത്ത് തൃശ്ശൂർ വരുന്നു, 6 പോയിന്റ്. മലപ്പുറത്തിന് 5 പോയിന്റ് ഉണ്ട്, 3ാം സ്ഥാനത്താണ്. കാലിക്കറ്റിന് 4 പോയിന്റ്, 4ാം സ്ഥാനത്താണ്. തിരുവനന്തപുരം 3 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. അതേസമയം ഫോഴ്സ കൊച്ചി മോശം പ്രകടനമാണ് നടത്തുന്നത്. 3 മത്സരങ്ങളിൽ 3ലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അറ്റൻഡൻസിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് തിരുവനന്തപുരത്തെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി 6941 ആളുകളാണ് എത്തിയിട്ടുള്ളത്. മലപ്പുറത്ത് റെക്കോർഡ് കാണികൾ എത്തിയ ഒരു മത്സരമായിരുന്നു. 22,956 ആരാധകർ എത്തിയിരുന്നു. ഇന്നലെ കൊച്ചിയിലെ മഹാരാജാസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ആരാധകർ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 3978 ആരാധകർ മാത്രമാണ് എത്തിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ അറ്റൻഡൻസ് ആണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 മത്സരങ്ങളിലെ അറ്റൻഡൻസ് 33,875 ആണ്. ആവറേജ് അറ്റൻഡൻസ് വരുന്നത് 11,292 ആണ്. കഴിഞ്ഞ മാച്ച് വീക്ക് 2-ൽ 14,718 ആയിരുന്നു ആവറേജ്. അത് വെച്ച് നോക്കുമ്പോൾ കാണികളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറത്ത് ഇത്രയധികം കാണികൾ വന്നിട്ടും ആരാധകരുടെ എണ്ണത്തിൽ വലിയ ഒരു ഇടിവാണ് ആവറേജ് അറ്റൻഡൻസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.